സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് കൊച്ചിയിലുള്ള ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ അക്കാഡമിയിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ, കിടുക്കാച്ചി കുട്ടികളായിരുന്നു. അതുക്കും മേലെയാണ് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും അവരുടെ പെർഫോമൻസ് നോക്കാം. നാടോടി ലാലേട്ടൻ്റെ മനോഹരമായൊരു ചിത്രമായിരുന്നു. അതിൽ ഒരു സീക്വൻസിൽ കുഞ്ഞ് വെള്ളത്തിൽ വീഴുകയും ആ കുഞ്ഞിനെ ലാലേട്ടൻ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ട് NN പിള്ള ഒന്ന് പാരിതോഷികം കൊടുക്കുന്നൊരു സീനുണ്ട്. ആ പാരിതോഷികം അദ്ദേഹം നിരസിച്ചിട്ട് പറയുന്ന കുറച്ച് രസകരമായ മാസ് ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർ എന്നെ വെള്ളം കുടിപ്പിക്കുമോ അതോ അവർ വെള്ളം കുടിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ കുടിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഏവിയേറ്റേഴ്സിൻ്റെ അടുത്ത ബാച്ച് ആൻഡ് അടുത്ത എപ്പിസോഡ്. കഴിഞ്ഞ ബാച്ചിൽ അടിപൊളി കുട്ടികളായിരുന്നു. അതൊക്കെ മേലെയാണ് നിങ്ങളെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ലൊരു വെറൈറ്റി നെയിമോടുകൂടി ഒരു കുട്ടിയെ ഞാൻ വിളിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു സിംഗർ കൂടിയാണ്, ലമ്യ. അത് എന്നൊക്കെ ഒരു തിങ്സ് ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് ലമ്യ വിശേഷങ്ങൾ? സുഖം. ആ ഒരു സുഖത്തിനൊരു സുഖമില്ലല്ലോ. സുഖം. ഓക്കെ. എവിടെയാണ് ലമ്യയുടെ വീട്? തൃശ്ശൂർ. ലമ്യയുടെ മീനിങ് എന്താണ്? ലമ്യയുടെ മീനിങ് എന്തോ ഡാർക്ക് ലിപ്സ് ഒക്കെയാണ് തോന്നുന്നത്. ഡാർക്ക് ലിപ്സ്. ആരാണ് പേരിട്ടത്? അച്ഛൻ. അച്ഛൻ. ഓക്കെ. പിന്നെ ഈ നമ്മുടെ ഈ ഏവിയേറ്റേഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ. സംഭവം എന്താണെന്നറിയോ, മറ്റേ സ്ക്രിപ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം നമുക്ക് പാട്ടിലേക്കൊക്കെ പോകാം. ഫസ്റ്റ് നാം ഇരു കരകളെ കൂട്ടൊന്നുമില്ല ഇല്ല, നാം എന്ന ചിന്ത മാത്രമേ നമ്മുടെ ഇടയിലോ വേറൊന്നുമില്ല ഇല്ല. ഒരു മിനിറ്റ്, അതൊന്ന് തെറ്റിപ്പോയി. കുഴപ്പമില്ല, മായ്ച്ചു കളഞ്ഞ് ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. നാം ഇരു കരകളെ കൂട്ടൊന്നു പാലമല്ലേ, ഒന്നാണു നമ്മളെന്നുമേ ഹോ, നമ്മുടെ ഇടയിലോ വേറൊന്നുമില്ല ഇല്ല, നാം എന്ന ചിന്ത മാത്രമേ ഹോ, നീലക്കണ്ണുള്ള മാനെ. രാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക, കുറച്ച് സായത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വരുത്തി വെക്കണം. അപ്പുക്കുട്ടാ, നല്ല പാട്ട്, പക്ഷേ അടിപൊളി കേട്ടോ, നന്നായി പാടി കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഇനിയാണ് അദ്ദേഹത്തിന്റെ അഭിനയ കഴിവുകൾ. നമ്മുടെ മെയിൻ സാധനം ഇതല്ലല്ലോ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഈ വെള്ളത്തിൽ ആ കൊച്ചിന്റെ കാറ്റെങ്ങാനും പോയിരുന്നുണ്ടെങ്കിൽ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു പ്രാസമൊക്കെ വേണ്ടേ? പറഞ്ഞെന്റെ മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. റെഡി, ആക്ഷൻ. അയ്യേ, ചമ്മിപ്പോയി. ഈ വെള്ളത്തിൽ കിടന്ന ആ കൊച്ചിന്റെ കാറ്റെങ്ങാനും പോയിരുന്നെങ്കിൽ ഈ കണ്ട തേയിലത്തോട്ടങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ആ കുട്ടിക്ക് ജീവൻ കിട്ടുമായിരുന്നോ? എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? ആ മനുഷ്യന് പരസ്പരം കാശാണ് വലുത്. എന്താണ് ലമ്യ ഇങ്ങനെ? എത്ര ലജ്ജാവഹം! കാശാണോ വലുത്, മനുഷ്യരാണോ വലുത്? കാശല്ലേ ചിലവർക്ക്. കാശാണോ വലുത്? ലമ്യക്ക് കാശാണോ വലുത്, മനുഷ്യരൊന്നുമല്ല. പുതിയ ഡയലോഗ് അതിനകത്ത് എഴുതുകയാണ് ആള് കേട്ടോ. പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുമ്പോ ഉണ്ടാവുന്ന സമ്പ്രദായമാണ് ഈ കാശ്. കൊറേ സമ്പാദിക്കും. ഒടുക്കം ഉടയമ്പ്രാനൊക്കെ വിളിക്കുമ്പോ അതൊക്കെ ഹരിക്കെട്ടി കൊണ്ടുപോകണം. അപ്പൊ ഒന്നും ഒട്ടിച്ച് പോരുത്. എല്ലാവരും അങ്ങനെ ആന്നല്ല. കുഴപ്പമില്ല, ആള് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെ ആണ്. ഓക്കെ. നീയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മണ്ട. ഇത്രയും വലുപ്പത്തിൽ കിടക്കുക ഈ ഭൂമി, എന്നെ പോലുള്ളവൻ അലയാൻ വേണ്ടിയിട്ട്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലായിരുന്നു. ശരി, ഗുഡ് നൈറ്റ്, ബൈ. ഹാപ്പി അല്ലേ? താങ്ക് യു.
എന്താണ് എന്നെ വിളിച്ചത്? എന്നെ വിളിച്ച എന്തിനാണെന്ന്? ചുമ്മാ ചോറുണ്ടാൻ പോവാ. ഞാൻ വിളിച്ച എന്താ പേര്? അശ്വിൻ. അശ്വിൻ. എവിടെയാണ് നാട്? ചാലക്കുടി, തൃശ്ശൂർ. ഓക്കെ. ഇവിടെ ഏതിനാണ്? ഇവിടെ ഏവിയേഷൻ തന്നെ, എല്ലാവരും അതാണ്. ആ ഓക്കെ. തുടങ്ങിയാലോ? തുടങ്ങിയപ്പോ ഞങ്ങളുടെ കഴിയാറി ലാസ്റ്റ് വെച്ചാണ്. നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ശരി. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടില്ല. ഇപ്പൊ റെഡി, ആക്ഷൻ. ആ വെള്ളത്തിൽ കിടന്ന കൊച്ചിന്റെ കാറ്റെങ്ങാനും പോയിരുന്നെങ്കിൽ വള്ളത്തിലല്ല, വെള്ളത്തിൽ. ആ വെള്ളത്തിൽ കിടന്നെങ്ങാനും ആ കൊച്ചിന്റെ കാറ്റ് വരുന്നെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടിയിരിക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? പോയ ജീവൻ തിരിച്ചു കിട്ടോ? എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. അയ്യോ. മനുഷ്യരെ പരസ്പരം ഒന്നിക്കാനുള്ള ഒരു ടൂളല്ലേ കാശ്. നമ്മള് പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോയില്ലല്ലോ, പോകുമ്പോ ഇതൊന്നും തിരിച്ചുകൊണ്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് വേണം. ഇവിടെ വെച്ചിട്ടുണ്ടോന്നൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സമ്പാദിക്കും, ഇഷ്ടംപോലെ സമ്പാദിക്കും. പോകുമ്പോ ഉടയ നമ്പരാനോട് പറയണം ഇത് കൊണ്ടോ. അല്ല, ഉടയ നമ്പരാന ഉടയ നമ്പരോട് പറയാൻ പറ്റുമോ അതൊക്കെ കൊണ്ടോണെന്ന്? ഒന്ന് ഇട്ടേച്ച് പോരുത്. ഒന്ന് ഇട്ടേച്ച് പോരുത്. പോകുമ്പോ ഇത് ആരും ഇവിടുന്ന് കൊണ്ടുപോയില്ല. ഈ ഭൂമി ഇത്ര വിശാലമായിട്ട് കിടക്കുക. എന്നെ പോലെയുള്ളവനല്ലേ ഞാൻ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും ഉറക്കം കിട്ടില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ കൂട്ടണ്ട. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. മുഖത്തൊക്കെ തിളക്കം ഇവിടെ കംപ്ലീറ്റ് അതൊക്കെ കുറച്ച് ബ്ലഷ് ആണ്. ആ കൊള്ളാം. തലയിൽ ഇവിടെ ഉണ്ട്. അല്ല, അത് മറ്റേ കോപ്പർ. എവിടെ നാട്? നാട് വൈക്കം. കറക്റ്റ് പേരെന്താണ്? അർച്ചന. അർച്ചന. വൈക്കത്തിന്റെ രണ്ടു പ്രത്യേകത പറഞ്ഞു. പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ. അപ്പൊ എന്തായാലും തുടങ്ങാം. പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ റെഡി? റെഡി പറയല്ലേ? എന്നാ റെഡി അല്ല, ആക്ഷൻ. അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ എത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അർച്ചനെ എന്തോ റെഡി അല്ലേ? ഓക്കെ, ആക്ഷൻ. പറയട്ടെ. വലിയ ആക്ഷൻ പറഞ്ഞത്. ആ വെള്ളത്തിൽ കിടന്ന് കൊച്ചിന്റെ ജീവൻ പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ചായ തോട്ടങ്ങൾ വിറ്റ് കിട്ടുന്ന ആ വെള്ളത്തിൽ കിടന്ന കൊച്ചു അർച്ചനല്ലോ. കുറച്ച് എനർജി ആയിട്ട് പറ. എന്നാലും എന്റെ ശങ്കരേട്ടൻ എന്നോട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താലും കൊച്ചിന്റെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. മനുഷ്യന്റെ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ആവിഷ്കരിച്ച സമ്പ്രദായമാണ് മെഹലവനെ ഈ കാശ്. കൊതി തീരുവോളം സമ്പാദിക്ക്. മരിച്ച് മേലിട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇതെല്ലാം മരിക്കുമ്പോൾ എടുത്തോണ്ട് പോയിക്കോണം. ഇവിടെ ഒന്നും ഇട്ടേച്ച് പോകരുത്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ എന്നെ പോലത്തെ ആൾക്കാർക്ക് പരന്ന് കിടക്കുന്നു. എന്തോ ഈ പറയുന്ന വിഷം പിരന്ന് കിടക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ ഏത് വാക്കുകള്? ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? മലർത്തി എന്താണെന്ന് നോക്കാം. നമുക്ക് കേൾക്കാം. പല വേർഡ്സുകൾ നമുക്ക് പുതിയതായിട്ട് കിട്ടും. പറഞ്ഞേ. നിവർന്ന്, മലർന്ന്, നിവർന്ന്, പെരർന്ന്. ഇനി പറ. നിറയെ കിടക്ക. നിറയെ മനസ്സിലായില്ല. പറഞ്ഞ വിശാലമായി കിടക്കാണല്ലോ ഈ ഭൂമി. പോകുമ്പോ ഇതൊക്കെ എടുത്തോണ്ട് പോയിക്കോണം. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ആഹാ, ശരി. ഒരു കയ്യെന്തെങ്കിലും പോ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. പേരെന്താണ്? ആൽബിൻ. ആൽബിൻ. എവിടെയാണ് നാട്? അങ്കമാലി. അങ്കമാലി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി, ആക്ഷൻ. ആ വെള്ളത്തിൽ കിടന്ന കൊച്ചെങ്ങാനും കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. ആ വെള്ളത്തിൽ കിടന്ന കൊച്ചെങ്ങാനും കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ചെയ്ലത്തോട്ടോ. അത് കൊള്ളാല്ലേ. എല്ലാ ചെയ്ലത്തോട്ടോ. അതെന്ത് തോട്ടോടാ? ഈ ലോകത്തുള്ള എല്ലാ
അയ്യോ അത് പറഞ്ഞു കൊടുക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടിയ പ്രതിഫലം പോലും കൊടുത്താലേ ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. വിശ്വാസം ഷൂളടിച്ചതിന് സൗണ്ട് കേട്ടു. വിശ്വാസം നഷ്ടപ്പെട്ട് ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് മഹനവനെ ഈ കാശ്. എന്ത് മെഹനവനെ ഈ കാശ്? യഥാർത്ഥ സ്ക്രിപ്റ്റ് മെഹനവനാണോ മേനവനാണോ? മെഹനവൻ സമ്പാദിക്കുക, കൊതി തീരോളം സമ്പാദിക്കുക. നമ്മളെ പോലെ ഉള്ള ആൾക്കാർക്ക് അലിയാൻ ഈ ഭൂമി നീണ്ടു കിടക്കാം. ഇത്രയും പറഞ്ഞില്ലായിരുന്നു എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഗുഡ് നൈറ്റ്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഈ ഏവിയേറ്ററിൻ്റെ സെൻട്രൽ ഹെഡായ നമ്മുടെ പിങ്കി മാമിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ്. ഒരു 2 വാക്ക് നമ്മൾ കോളേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുക. ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ അക്കാഡമി ഇപ്പോൾ ഒരു 10 years എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇതുവരയ്ക്കും നമ്മൾ പഠിച്ച എല്ലാ ബാച്ചിനും 100% പ്ലേസ്മെൻറ്റ് അത് നമ്മൾ എന്തായാലും മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. അത് ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 5th month ഓൺവേർഡ്സ് നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യും. പിന്നെ നമ്പർ 1 ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും നമുക്ക് ലാസ്റ്റ് ഇയർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. പാട്ടുപാടി അയ്യോ താങ്ക് യു. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. അപ്പോൾ ഇനി അടുത്തത് വാ മോള് വാ. പെട്ടെന്ന് നമുക്ക് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോലും മമ്മി അടിക്കും. മറന്നുപോയി. ആരാണൊക്കെ ചീത്തപ്പേരുണ്ടാക്കരുത്. പേരോ? പേരറിയാം. പേരല്ലേ ചോദിച്ചോളൂ. എലേന. എലേനയുടെ വീട് എവിടെ? അതും മറന്നുപോയോ? എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്? തിരുവാങ്കുളം. ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു. ഇഷ്ടപ്പെട്ട് കുറെ പാട്ട്. ഒരെണ്ണം പറഞ്ഞാൽ മതി. അങ്ങനെ കിട്ടണല്ലോ പെട്ടെന്ന്. പിന്നെ ഇഷ്ടപ്പെട്ട കുറെ പാട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം പറ, പെട്ടെന്ന് പറ. അയ്യേ കിട്ടണില്ല. എന്താണിങ്ങനെ? കിട്ടണല്ലോ സത്യമായിട്ട്. ആണോ? ഓക്കെ, മൈക്ക് പിടിച്ചോ. ആ വെള്ളത്തിൽ കിടന്ന് അയ്യോ കുറച്ചുകൂടെ മൈക്ക് എടുത്ത് പിടിച്ചേ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റെങ്ങാനും പോയിരുന്നെങ്കിൽ എല്ലാ ചായപ്പോഴും ഞാൻ മേടിച്ചു കുടിച്ചതന്നെ അല്ലേ? കോളേജിൽ റാങ്കോടെല്ലാം അറിയില്ലേ? അത് ഈ കുട്ടീനോട് ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടതാ. അല്ലേ ചേട്ടാ? എല്ലാ ചായത്തോട്ടങ്ങളും ഞാൻ വിറ്റു പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റ് പണം. ഓളത്തല വളവിൽ ഒരു തല മരത്തിൽ 10-25 കിലോ തുടങ്ങിയ പറഞ്ഞിട്ട് വെക്കും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഓളത്തല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 കിലോ തുടങ്ങിയ പറഞ്ഞു. അല്ല ഓളത്തല വളവിൽ ഒരു ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. 10-25 ഇളയ ഒതളങ്ങ. ഒതളങ്ങ കേട്ടിട്ടില്ല. അറിയില്ല, നാക്ക് മുടിക്കില്ല. അങ്ങോട്ട് മാറിയുന്നേ. ഉള്ളതല വളവിൽ ഉള്ളതല എന്ന് പറഞ്ഞ മൈക്കി കിടത്തെ ഉള്ളതല എന്ന് പറഞ്ഞ ഉള്ളതല വളവിൽ ഒരു ഉതലമരത്തിൽ 10-25 ഇളയ ഒതളങ്ങ ഉണ്ടായിരുന്നു. കഥ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇല്ല, ഒരു പാട്ട് പാടിയ വെറുതെ വിടാം. എന്നാ അഭിനയിച്ച വെറുതെ വിടാം. അഭിപ്രായം. എന്നാ ചെറിയൊരു സാധനം തരാം. പേരുമണി പണിമണൽ മണി പറ. പേരുമണി പണിമണൽ മണി. പണി മതില് പണി. മതിലല്ല, മണല്. മണല് പണി. പണി. പേരുമണിയും പണിയും മതിലും. മതിലെന്ത് ഇത്ര കാര്യം? പേരുമണി പണി മണല് പണി. പെട്ടെന്ന് പറ. പേരുമണിയും അളിയാ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും യവനെ എങ്ങനെ കൊല്ലാന്നായിരിക്കും. കൊടുക്കേ. പേരുമണി പണി മണല് മണി. പേരുമണി മണിയോ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. പേരുമണി പണി മണല് പണി. പേരുമണി പണി മണല് പണി. പേരുമണി പണി മണല് പണി.
മണല് മണിയോ? പണി പണി. ആ ലാസ്റ്റ് കറക്റ്റായിട്ടൊന്നുകൂടെ പറഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് പറയണം. പേര് മണി, മണല്, പണി. എല്ലാം പോയി ടെൻഷനായി. എന്താണെന്നറിയോ, ഇത്തിരി കൂടെ എൻ്റെ അടുത്ത് ദേഷിക്കും, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെക്കോ ചേഞ്ച് വേണം, ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. എന്താണ് പേരെന്താണ്? ഷഹബാസ്. ഷഹബാസ്. ഓക്കെ, എവിടെയാണ് ഷഹബാസ്? മലപ്പുറത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് കൊച്ചിൻ്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റുകിട്ടുന്ന പ്രതിഫലം കൊടുത്താലും ആ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. മനുഷ്യൻ്റെ സമ്പ്രദായത്തിൻ്റെ, പരസ്പര സമ്പ്രദായത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഇതാണ് ക്യാഷ്. ഏതാണ് ക്യാഷ്? മേനന്റെ ക്യാഷ്. നിനക്ക് സംതൃപ്തിയായിടാ. സമ്പാദിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം എടുത്തോണ്ട് കൊണ്ടുപോകണം. പിന്നെ ഒന്നും ഇവിടെ വെച്ചെടുക്കരുത്. എന്നിട്ട് പോയവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഉറപ്പാണോ? ഞാനും പോയില്ലല്ലോ, പറഞ്ഞില്ല. ഈ ഭൂമി വളരെ വിശാലമാണ്. എന്നെ പോലെ ഉള്ള ആളുകൾക്ക് അലയാൻ വേണ്ടി. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം കിട്ടുകയില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഹീറോയാണ് വിളിക്കുന്നത്. ഈ കോളേജിന്റെ തന്നെ വളരെ ഹീറോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്ലീസ്. ഞാൻ അറിഞ്ഞില്ല ആ കാര്യം. അത് ഞാൻ ചെയ്തോളാം. കലക്കിട്ട് വരാം കേട്ടാ. എന്താണ് പേര്? അസ്ലം. എവിടെയാണ് അസ്ലം? എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ആക്ടിംഗ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. ആ കൊച്ചി വെള്ളത്തിൽ കിടന്ന് കൊച്ചി വെള്ളമല്ല, ആ കൊച്ചി വെള്ളത്തിൽ കിടന്ന് നീ കൊച്ചിയിലാണ് താമസിക്കുന്നത്? അല്ല, എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ച് മരിച്ചു. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചു മരിച്ചു? എന്തുവാടാ പറയുന്നത്? ആ വെള്ളത്തിൽ കിടന്ന ആ കൊച്ചിൻ ജീവൻ പോയി. കൊച്ചിനോ? ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല തേയിലത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. മനുഷ്യന്റെ പരസ്പര സമ്പ്രദായത്തിലുള്ള വിശ്വാസമാണ് മഹാനവനെ കാശ്. സമ്പാദിക്ക് മതിയാവോളം സമ്പാദിക്ക്. പോകുമ്പോൾ ഇതൊന്നും ഇവിടെ വെച്ചിട്ട് പോകരുത്, എല്ലാം എടുത്തുകൊണ്ട് പോകണം. പോയവരാരും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇത്രയും പറഞ്ഞില്ലാറെ. അല്ല ഇതിൽ കൂടെ അലഞ്ഞടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ഥലം. എന്തോടാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല വേർഡൊന്നും. ഇതിലെ ഇത്രയും പറഞ്ഞില്ലേ, എനിക്ക് ഉറക്കാൻ പറ്റില്ല. ഗുഡ് നൈറ്റ്. ആഹാ, അത് മതിയില്ലേ? ഭയങ്കര സംഭവം കേട്ടോ അത്. ഓക്കെ, എന്റെ ഭഗവതി, ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോയി മനേലിട്ട് കേറ്റിയില്ലാന്ന് അറിഞ്ഞോട്ടാ. തോണി വന്നില്ല. അല്ല, ഞാൻ നീന്തിക്കോളാം. എടാ, നീന്തി വെള്ളം കുടിച്ച് ചത്തു. ഇതില് നല്ലത് അതാണ്. അടുത്ത ഞാൻ വിളിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ഇവിടെ ആദ്യം തന്നെ വന്ന് ഇവിടെ നമ്മൾ പെർഫോം കൊണ്ട് കിടിലമാക്കിയ ആ വ്യക്തിയുടെ അടുത്ത കൂട്ടുകാരി, അദ്ദേഹത്തോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു. വരും, കൈ മാറ്റി കൊടുക്കും. വാ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ട്രെയിനിന്റെ ശബ്ദമൊക്കെയാണ് ഇട്ടോണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അച്ചാറ്, മീൻ വറുത്തത്, കണവത്തോരൻ എല്ലാം ഉണ്ട്. എവിടെയാ നാട്? പാലക്കാട്. പേരെന്താണ്? വിസ്മയ. അല്ലല്ല, വിസ്മയ. വിസ്മയ. ഓക്കെ, അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പറയുവാ. വിസ്മയ തുടക്കം. റെഡി, ആക്ഷൻ. ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ? പരസ്പര അല്ല, അങ്ങനെയല്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് മെഹനവനെ പണം. കൊറേ സമ്പാദിക്ക്. ഒരു ദിവസത്തോടെ തമ്പുരാൻ വിളിക്കുമ്പോ തമ്പുരാൻ വിളിക്കുമ്പോ ഇതെല്ലാം പെറുക്കിക്കൊട്ടി കൊണ്ടുപോകണം. പോയവരാരും കൊണ്ടുപോകണില്ല. കൊണ്ടുപോകാൻ സമ്മതിക്കില്ല.
ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. ഈ ഭൂമി വളരെ വിശാലമാണ്, എന്നെ പോലെ ഉള്ളവർക്ക് അലഞ്ഞു നടക്കാൻ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം. മുണ്ടിൽ ചെളി പുരളരുത് പറ. പരന്തു പരന്തു അല്ല, മുണ്ടിൽ മുണ്ടിൽ ചെളി പരളരുത്. എന്ത്? എന്റെ അമ്മേ, പുരളരുത്. മുണ്ടിൽ ചളി വളരരുത്. പുരളരുത് പറ്റിയില്ല മുതലാളി, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. മുണ്ടിൽ ചളി പുരളരുത്. ഗുഡ്. 3 പ്രാവശ്യം നിർത്താൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വയ്ക്കും. മുണ്ടിൽ ചളി പുരളരുത്. മുണ്ടിൽ ചളി പുളരരുത്. പുരളരുത്. 1 2 3 സ്റ്റാർട്ട്. മുണ്ടിൽ ചളി പുരളരുത്. വോയിസ് ഒക്കെ മാറിയല്ലേ? മൈക്കിൾ ജാക്സന്റെ വോയിസ് ഒക്കെ വരുന്നത് എങ്ങനെയത്? എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? മുണ്ടിൽ ചളി പുരളരുത്. മുണ്ടിൽ ചളി പുരളരുത്. മുണ്ടിൽ ചളി പുളരരുത്. ഓക്കെ. മുണ്ടിൽ ചളി പുരളരുത്. മുണ്ടിൽ ചളി പുരളരുത്. മുണ്ടിൽ ചളി പുരളരുത്. വെരി ഗുഡ്. എന്താണ് ഇത്? എന്റെ ഗുരുവായൂരം. എന്താണ് പേര്? അർജുൻ. അർജുൻ. എവിടെയാണ് നാട്? തൃശ്ശൂർ. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാണ്? കൊട്ടകര. ഓക്കെ. അപ്പൊ റെഡി, ആക്ഷൻ. ഈ വെള്ളത്തിൽ കിടന്ന് ഈ കുട്ടിയുടെ ജീവൻ പോയിരുന്നെങ്കിൽ കാറ്റ് പോയിരുന്നെങ്കിൽ തേയിലത്തോട്ടം വിറ്റ് കിട്ടുന്ന കാശ് മുതലാവുമായിരുന്നോ? എന്താണ് ഈ പറയുന്നത്? മാവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നേ. കൊച്ചു ചത്തെങ്കിൽ പൈസ മുതലാകുമായിരുന്നു. എങ്ങനെ തോന്നിയോ നിനക്കിത് പറയാൻ? ഈ വെള്ളത്തിൽ കിടന്ന് ഈ കുട്ടിയുടെ ജീവൻ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ തായിലേ പ്രതിഫലമായി കൊടുത്തെങ്കിൽ കൊടുത്താ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. മനുഷ്യന്റെ പരസ്പര ബന്ധം, മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യങ്ങള് ആവിഷ്കരിക്കുന്ന സമ്പ്രദായമാണ് പൈസ. എന്റെ അച്ഛനും അമ്മ ഇതുപോലെ തന്നെ ഞാൻ ഊതിക്കാച്ച പൊന്നു തന്നെ. ഊതിക്കാച്ചത് ഇടക്കും നമ്മുടെ കണ്ണ് തെറ്റി പോകണ്ട. അപ്പൊ അടുക്കി പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ല. പൈസ പൈസ വരെ എത്തി. സമ്പാദിക്കുക, ഇഷ്ടം പോലെ സമ്പാദിക്കുക. മുകളിൽ പോകുമ്പോ അതൊക്കെ കൊണ്ടുപോകണ്ടേ? എന്തോരം നക്ഷത്രങ്ങളാണ് എനിക്ക് ചുറ്റും. ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തൽക്കാലം അതിൻ്റെ പേര് വളരെ ചിരിയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.